ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പീസ് ഇഫ്താർ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസാണ്. നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നാരങ്ങ വെള്ളം റെസിപ്പീസ് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളം റെസിപ്പീസാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മൂന്നും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ കസ്കസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരൊറ്റ ഡ്രിങ്ക് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 ഡ്രിങ്ക്സ് ആക്കുന്നതുകൊണ്ട് തന്നെ മൂന്നിനും സെപ്പറേറ്റ് ഒരു ഗ്ലാസ്സിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി, അതായത് 1/4 കപ്പ് പഞ്ചസാര കുറച്ച് വെള്ളം കൂടി ചൂടാക്കി എടുക്കുക. അങ്ങനെ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലെ ഉള്ള റെസിപ്പീസിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സിറപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ചൂടാക്കിയിട്ട്. എന്നിട്ട് പിന്നെ തണുത്ത ശേഷം കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെയുള്ളതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര കലക്കിയെടുക്കുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്, പ്രത്യേകിച്ച് നോമ്പ് നോറ്റിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ലൈം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇത് ഞാൻ മുമ്പിട്ട റെസിപ്പീസ് തന്നെയാണ്. അപ്പം പക്ഷേ നോമ്പാകുമ്പോൾ എങ്ങനെയായാലും വീണ്ടും ഇങ്ങനത്തെ റെസിപ്പീസ് ആയിരിക്കും എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. അപ്പം കുറച്ച് ക്യാരറ്റ്, അതായത് ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ അരച്ചെടുക്കുക. ആ ഒരു കളറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നാരങ്ങ വെള്ളത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു കളർ കിട്ടി, ആ ഒരു ഓറഞ്ച് കളറ്. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നത് ഒരു വലിയ ബൗളിലേക്ക് വേണമെങ്കിൽ നിങ്ങളിത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ കസ്കസ് ഇട്ട് കൊടുക്കുക, പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് അത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ. സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ കളറിനായിട്ടാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പൾപ്പ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കപ്പിലോട്ട് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ ആ ഒരു പൾപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തത്. പിന്നെ സബ്ജ സീഡ്, പിന്നെ നാരങ്ങ കുറച്ച് 1-2 ടീസ്പൂണൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് മതിയല്ലോ. പിന്നെ സിറപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ലൈം കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ, ലൈമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ കളർ നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് നമുക്ക് തണ്ണിമത്തൻ്റെ ലൈം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് തണ്ണിമത്തന് ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, തണ്ണിമത്തന് ഓൾറെഡി വെള്ളം ഉണ്ടാവും. അത് ഇതുപോലെ അരിപ്പയിലൂടെ അരച്ചെടുക്കുക, ആ ഒരു നീരെടുക്കുക. ഇനി ഞാൻ ഇതും ഒരു ഗ്ലാസ്സിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിത് ഒന്നാകെ ഉണ്ടാക്കുകയാണെങ്കിൽ തണ്ണിമത്തന് കുറച്ച് അധികം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക, നാരങ്ങ വെള്ളം കലക്കുക, അതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു കളർ കിട്ടുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തണ്ണിമത്തൻ്റെ ആ ഒരു ബ്ലെൻഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുക. എല്ലാം നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ സിറപ്പ്, ഈ സിറപ്പ് പഞ്ചസാര സിറപ്പല്ല, കട്ടിയാക്കിയതല്ല കേട്ടോ. പഞ്ചസാരയും വെള്ളം കൂടി മെൽറ്റ് ചെയ്തതാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, റമദാൻ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പഞ്ചസാര എങ്ങനെ ആക്കി വെക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. പഞ്ചസാര അങ്ങനെ കലക്കിയെടുക്കലുണ്ടല്ലോ നാരങ്ങ വെള്ളത്തിൽ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണത്. അപ്പോൾ അതാ നമ്മുടെ തണ്ണിമത്തൻ്റെ ലൈമും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കളറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അടുത്തത് ഓറഞ്ച് ലൈമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെയിം രീതിയിൽ തന്നെയാണ്. പക്ഷേ ഓറഞ്ചിന് അത്യാവശ്യം പുളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ചെറുനാരങ്ങ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. സിറപ്പ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ ഓറഞ്ച് ഒരു ഓറഞ്ച് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ, ജ്യൂസ് അടിക്കരുത്. ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. പിഴിഞ്ഞെടുക്കുക, നാരങ്ങ പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കുക. ഇതൊന്ന് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒന്ന് നനച്ചിട്ട്, ഗ്ലാസ്സിൻ്റെ അറ്റം നനച്ചിട്ട് പഞ്ചസാര ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു കുടിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരും. അതിനുവേണ്ടി മാത്രമാണ്, ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു ബൗളിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുക. ഈ നാരങ്ങയല്ല, കുറച്ചധികം നാരങ്ങ പിഴിഞ്ഞെടുക്കുക. പിന്നെ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ കസ്കസ്, മധുരത്തിന് ആവശ്യത്തിനുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ലൈം റെഡി ആയിട്ടോ. അപ്പോൾ ഇതെല്ലാതും നല്ല കളർഫുള്ളായിട്ടുള്ള ലൈമുകളാണ്. ഞാൻ ഒരുപാട് തവണ നോമ്പിൻ്റെ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, പല റെസിപ്പീസായിട്ടും പല സെപ്പറേറ്റ് വീഡിയോസൊക്കെ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു ലൈം റെസിപ്പീസൊക്കെയാണത്. അപ്പോൾ എന്തായാലും ഈ ലൈം നാട്ടിലുള്ളവർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ മൂന്നും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.
പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.